ഫസ്മിന സാക്കിർ പിന്നെ റിക്ഷയിൽ പോകുന്ന ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ചിട്ട് ആളൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാ കേട്ടോ, വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. വെള്ളം അടിച്ചിട്ട് ബാക്കി ഇരിക്കുന്ന ആർക്കും എന്തെങ്കിലും പറ്റിയ ഇയാൾ എന്ത് ചെയ്യും? ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുപുഴ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇയാൾക്ക് എന്താണ് വയ്യേ? എന്നാലും രസം ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ, ഈ പണി പാളും മക്കളെ. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാം. എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നീയാണല്ലോ കോടതി ഓടാമേര്. കാരണം അത്രയും പ്രൗഡായിട്ടാണ് അയാൾ പറയുന്നത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ആന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്തോന്നു വണ്ടി പോകുന്ന തന്നെ വളഞ്ഞു അപ്പൊ തന്നെ വണ്ടി നിർത്തുന്നു പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ പറയാം ഇല്ല കയറുന്നു. ഞാൻ വണ്ടി കയറിയില്ലേ. അപ്പൊ തന്നെ ഈ വീഡിയോ എടുത്തു അവസാനിപ്പിച്ച് അയാളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ അയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാം. പിന്നെ എന്തുകൊണ്ട് ഫസ്മിന ഈ വീഡിയോ മുക്കി? വൈസോ മുക്കാനുള്ള കാരണം എന്തെന്നാ? ഉത്തരം പറ. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എന്തായാലും നമുക്ക് ആ വീഡിയോ ഫസ്മിന ആ വീഡിയോ മുക്കാനുള്ള റീസൺ നിങ്ങൾക്ക് അറിയണ്ടേ? കാണിച്ചാ വിശ്വസിച്ചോ? ഇങ്ങോട്ട് വാടാ ഇവിടെ. എന്നാൽ ഇത് കണ്ടോ, ഇവന്റെ മുഖം മൂടി പിച്ച ചിന്തുന്ന ഫോട്ടോകളാ. നിങ്ങളല്ല കഴിഞ്ഞ സ്റ്റാൻഡിൽ ആ പിള്ളേരോടൊക്കെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരാള്. അല്ല, ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ശരിയാക്കി തരാട്ടോ. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണം? എടാ, മനുഷ്യനായ സാമാന്യ ബോധം വേണം. നിങ്ങൾ നന്നാവില്ല. എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടിയിൽ കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോ. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാ. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നത്. എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും റീൽസിന് വേണ്ടിയിട്ടും ഇത്തരം പോക്കരിത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം. സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. മേലാ നിന്നെ പരിസരത്ത് കണ്ടുപോരുത്.